നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ ടിഫിൻ ബോക്സിൽ വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കണക്ക് ചപ്പാത്തി വെച്ചൊരു പരിപാടി ചെയ്ത് നോക്കാം അല്ലേ. ഒരു ചപ്പാത്തി നൂഡിൽസ്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. എന്നും കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മക്കൾക്ക് ബോറടിക്കത്തുമില്ല. അപ്പം ഞാനിവിടെ ഒരു 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കനം കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ലെയറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ സവാളയും ഒരു മീഡിയം തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും അതെല്ലാം ഒന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. സവാള ഒരുപാട് കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ക്യാപ്സിക്കം എടുക്കാം. ഇതൊരു വലിയ ക്യാപ്സിക്കം ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പകുതി നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അതൊന്ന് ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒരുവിധം ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അങ്ങനെ അതെല്ലാം ഒന്ന് നന്നായി വഴന്ന് വരുന്ന സമയത്ത് അതൊന്ന് സൈഡിലേക്ക് നമുക്ക് ഒതുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 മുട്ടയെടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഒരുവിധം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ആകുമ്പോഴേക്കും നമുക്ക് മറ്റേതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി അതൊക്കെ എരിവിനനുസരിച്ച് ചേർത്തോണം. കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചപ്പാത്തി അതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചപ്പാത്തിയും ആ മസാലയും മുട്ടയും എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. നിങ്ങൾ ചേർത്തോണം. അങ്ങനെ ചെറിയ തീയിൽ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ സൈഡായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും സാലഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം, മക്കൾക്ക് കൊടുത്തയക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക്